ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽട്രേറ്റ് ട്രാക്സ്. മെസ്സി, റൊണാൾഡോ കാലഘട്ടത്തിന് ശേഷം ലോക ഫുട്ബോൾ അടക്കി ഭരിക്കുന്നത് ആരൊക്കെയാണ്? ഫുട്ബോൾ ആരാധകർക്ക് ഉത്തരമേ കാണുള്ളൂ: കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും. ഗോൾ അടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും ഇവരുടെ കളി രീതികൾ, ലോകകപ്പ് പ്രകടനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ രണ്ട് ഇതിഹാസ താരങ്ങളെ കുറിച്ച് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യം ഇവരുടെ കളി രീതി നോക്കാം. റയൽ മാഡ്രിഡിന്റെയും ഫ്രാൻസിന്റെയും അഭിമാനമായ എംബാപ്പെ ഒരു ഡൈനാമിക് ഫോർവേഡറാണ്. വിങ്ങുകളുടെ മിന്നൽ വേഗത്തിൽ കുതിച്ചു കയറാനും പന്ത് ട്രിപ്പിൾ ചെയ്ത് പ്രതിരോധ നിരയെ തകർക്കാനുമുള്ള കഴിവാണ് എംബാപ്പയെ വ്യത്യസ്തനാക്കുന്നത്. ഗോൾ അടിക്കാൻ മാത്രമല്ല, സഹതാരങ്ങൾക്ക് ഗോൾ അടിക്കാൻ അവസരം ഒരുക്കാനും എംബാപ്പെ മിടുക്കനാണ്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവേറിയൻ താരം എർലിംഗ് ഹാലൻഡ് ഒരു പക്ക നമ്പർ 9 ആണ്. ഫിസിക്കൽ പവറും പൊസിഷനിങ്ങും ഹാലൻഡിന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ. ബോക്സിനുള്ളിൽ പന്ത് കിട്ടിയാൽ അത് ഗോളാക്കി മാറ്റാൻ ഹാലൻഡിനേക്കാൾ മികച്ച മറ്റൊരു താരം ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ക്ലബ് കരിയറിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. ഫ്രഞ്ച് ലീഗിൽ PSG വേണ്ടി വർഷങ്ങളോളം തിളങ്ങിയ ശേഷമാണ് എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത്. മറുവശത്ത് ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും വേണ്ടി ഗോൾ മഴ പെയ്യിച്ച ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള ചരിത്രപരമായ ട്രൈബിൾ നേടിക്കൊടുക്കുന്നതിന് നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം കാണുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ്, പ്രത്യേകിച്ച് ലോകകപ്പിൽ. കാരണം ഫ്രാൻസ് എന്ന വലിയ രാജ്യത്തിന്റെ പിൻബലം എംബാപ്പയ്ക്കുണ്ട്. 2018 കൗമാര പ്രായത്തിൽ തന്നെ ലോകകപ്പ് നേടിയ താരം 2022 ഫൈനലിൽ ഹാട്രിക്കും നേടി. ഇപ്പോൾ 2026 ലോകകപ്പിൽ എത്തി നിൽക്കുമ്പോൾ 20 ഗോളുകളുമായി സാക്ഷാൽ മെസ്സിയുടെ റെക്കോർഡിന് തൊട്ടു പിന്നിലാണ് എംബാപ്പെ. മറുവശത്ത് നോർവേ എന്ന ചെറിയ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയാണ് ഹാലൻഡ് വരുന്നത്. യോഗ്യതാ മത്സരത്തിൽ 16 ലോകകപ്പ് ഗോൾ അടിച്ച് 1998 ശേഷം ആദ്യമായി നോർവേയെ ലോകകപ്പിൽ എത്തിച്ചത് ഹാലൻഡാണ്. തന്റെ ആദ്യ ലോകകപ്പിൽ തന്നെ 7 ഗോളുകൾ നേടി നോർവേയെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിക്കാൻ ഈ യുവതാരത്തിന് കഴിയും. എംബാപ്പയുടെ വേഗതയോ ലോകകപ്പിന്റെ ആധിപത്യവും ആണോ, അതോ ഹാലൻഡിന്റെ പവർ ഫിനിഷിങ്ങും ഗോളടിക്കാനുള്ള മാന്ത്രികതയുമാണോ മികച്ചത്? ഏത് താരത്തിനാണ് നിങ്ങളുടെ ഫേവറേറ്റ്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കും ഫുട്ബോൾ വിശേഷങ്ങൾക്കുമായി അൺഫിൽറ്റർഡ് ട്രാക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.